ഓണം എക്സാം 2026 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ 6ാം ക്ലാസ്സിലെ മലയാളമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് സമാശ്വാസ ടൈമാണ്, കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം. 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. 2 പ്രവർത്തനങ്ങൾ വീതം നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മലയാളം ആയാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും നമുക്കൊരു പാസേജ് തരും, ഒരു പാരഗ്രാഫ് തരും. ഓക്കെ, അത് നമ്മൾ നല്ലവണ്ണം വായിച്ചു നോക്കുക. എന്നിട്ട് ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ പാസേജിൽ തന്നെ ഉണ്ടാവും. അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഹിന്ദിയിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ പാസേജ് നല്ലോണം വായിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കറക്റ്റ് എഴുതുക. നമുക്ക് എത്ര മാർക്ക് കിട്ടും? 4 മാർക്ക്. നമ്മൾ നല്ല ശ്രദ്ധയോടെ വായിച്ചാൽ തന്നെ നമുക്ക് 4 മാർക്ക് കിട്ടും. അപ്പോൾ അത് ആരും മിസ് ചെയ്യരുത്. നമുക്ക് 1 മാർക്ക് പോലും അതിൽ നിന്ന് പോകാൻ പാടില്ല. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? നല്ലവണ്ണം ഈ ഒരു പാസേജ് അങ്ങോട്ട് വായിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. വായിക്കാം, എഴുതാം. പഴയ കാർഷിക വ്യവസ്ഥയിൽ വെച്ചു വിളമ്പാനായി അടുക്കളയിൽ എത്തിയിരുന്നത് മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായ്കറികളും മറ്റു ഭക്ഷ്യവിഭവങ്ങളും ആയിരുന്നു. കീടനാശിനികളും രാസവളങ്ങളും കൊണ്ട് മണ്ണ് നശിപ്പിക്കുന്നതിന് മുമ്പുള്ള പരമ്പരാഗത കൃഷി രീതിയിൽ രുചിയുള്ള ആരോഗ്യകരമായ വിഭവങ്ങളാണ് വിളയിച്ചിരുന്നത്. അപ്പൊ പണ്ട് എന്താണ്? പണ്ട് ഒരു ഭക്ഷണത്തിനും മായം ചേർന്നിരുന്നില്ല. നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെയാണ് പണ്ട് കഴിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതല്ല. ഇന്ന് കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലേ? അങ്ങനെ രുചിയുള്ള ആരോഗ്യ വിഭവങ്ങളാണ് വിളയിച്ചത്. ഭക്ഷണ സാധനം മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിനകത്താണ്. നമ്മുടെ നാടൻ വിഭവങ്ങൾ വെച്ച് വിളമ്പിരുന്ന അവസ്ഥയല്ല ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന വെച്ച് വിളമ്പുന്ന അടുക്കളയും ഉണ്ട്. ദരിദ്ര കുടുംബങ്ങൾ ഇല്ലായ്മ കൊണ്ടാണെങ്കിലും താളും തകരയും ചേമ്പും കാച്ചിലും ചക്കയും മാങ്ങയും തവിടും ഒക്കെ ധാരാളമായി ഭക്ഷണത്തിൽ ചേർത്തിരുന്നു. യഥാർത്ഥത്തിൽ അടുക്കള ശുദ്ധം എന്ന് വിളിക്കേണ്ടത് മായം കലർത്താത്ത വസ്തുക്കൾ കൊണ്ട് ശുദ്ധമായ ഭക്ഷണം വെച്ച് വിളമ്പാൻ സാധിക്കുന്ന അവസ്ഥയെയാണ്. അപ്പൊ അടുക്കളയെ കുറിച്ചും നമ്മുടെ ഭക്ഷണ രീതിയെ കുറിച്ചുമാണ് ഈ ഒരു പാരാഗ്രാഫിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം. ഭക്ഷണ സാധനങ്ങളിൽ മായം കലർത്തുന്നത്, അതിന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ പരമ്പരാഗത കൃഷി രീതിയിൽ നാടൻ വിഭവങ്ങളിൽ രുചിയുള്ള ഭക്ഷണ വിഭവങ്ങളിൽ കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമായി. അപ്പോൾ ഇവിടെ ഭക്ഷണ സാധനങ്ങളിൽ മായം കലർത്തുന്നത് ഏതാണ്? ഇതിൽ ഏതാണ് നമ്മൾ എഴുതേണ്ടത്? നമുക്കറിയാം. ഇത് നോക്കൂ, ഇവിടെ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരമുണ്ട്. നമ്മൾ നല്ലവണ്ണം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരമുണ്ട്. എന്താണ്? ഭക്ഷണ സാധനങ്ങളിൽ മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിനകത്താണ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പൊ ആദ്യത്തെ 1 മാർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തത്, അടുക്കള ശുദ്ധം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? അടുക്കള ശുദ്ധം എന്ന് വിളിക്കുന്ന എന്തിനെയാണ്? മായം കലർത്തിയ ഭക്ഷണ വിഭവങ്ങളെ, പരമ്പരാഗത കൃഷി രീതിയെ, മായം കലരാത്ത വസ്തുക്കൾ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കുന്നതിന്, രുചിയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന്. അപ്പൊ നമ്മൾ ലാസ്റ്റ് വായിച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യഥാർത്ഥത്തിൽ അടുക്കള ശുദ്ധം എന്ന് വിളിക്കേണ്ടത് മായം കലർത്താത്ത വസ്തുക്കൾ കൊണ്ട് ശുദ്ധമായ ഭക്ഷണം വെച്ച് വിളമ്പാൻ സാധിക്കുന്ന അവസ്ഥയെ ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം കിട്ടിയല്ലോ. നമുക്ക് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അപ്പൊ നമുക്ക് 2 മാർക്ക് ഇപ്പൊ കിട്ടി. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ വായിക്കണം. അതായത് പണ്ട് കാലത്ത് അടുക്കളയിൽ എത്തിയിരുന്ന ഭക്ഷ്യവിഭവങ്ങളുടെ പ്രത്യേകത താഴെ കാണുന്നവയിൽ ഏതാണ്? ഇവിടെ 2 വാചകങ്ങൾ തന്നിട്ടുണ്ട്, അല്ലേ? ഒന്ന്, പരമ്പരാഗത കൃഷിരീതിയിൽ വിളയിച്ച രുചിയുള്ള ആരോഗ്യകരമായ വിഭവങ്ങൾ, മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായ്കറികളും മറ്റു ഭക്ഷ്യവിഭവങ്ങളും. അപ്പോൾ പണ്ട് കാലത്ത് അടുക്കളയിൽ എത്തിയിരുന്ന ഭക്ഷ്യവിഭവങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ഇത് 2 പണ്ട് കാലത്ത് ഉണ്ടായ ഭക്ഷണ രീതിയാണ്. അതായത്
പരമ്പരാഗത കൃഷി രീതിയിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ, പിന്നെ മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായ്കറി. ഇത് രണ്ടും ഒന്നും രണ്ടും എന്താണ് ശരിയാണല്ലേ? ഇത് രണ്ടും പഴയകാല ഭക്ഷണ ശീലമാണ്. ഇപ്പൊ ഓപ്ഷൻ എ ചോദിക്കാം, ഒന്ന് മാത്രം ശരി. അത് തെറ്റാണ്. ഒന്ന് മാത്രം ശരിയല്ല, രണ്ടും ശരിയാണ്. ഒന്ന് തെറ്റ്, രണ്ട് ശരി, അതും തെറ്റ്. ഒന്ന് ശരി, രണ്ട് തെറ്റ്, അതും തെറ്റ്. ഒന്നും രണ്ടും ശരി. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഈ രണ്ട് വാചകങ്ങൾ വായിച്ച് അത് രണ്ടും ശരിയാണെങ്കിൽ രണ്ടും ശരി ഏതാണെന്നുള്ള ഓപ്ഷന് ശ്രദ്ധിച്ച് നമ്മൾ ടിക്ക് ചെയ്യണം. കാരണം ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ചിലപ്പോൾ ഒന്ന് തെറ്റ് രണ്ട് ശരി. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിച്ച് ആദ്യം തന്നെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്ന് ശരി രണ്ട് തെറ്റ്, അല്ലെങ്കിൽ ഒന്ന് ശരി രണ്ട് ശരി, അങ്ങനെ നമ്മൾ മനസ്സിലേക്ക് എടുക്കണം. ഓക്കെ, ഇതേ തന്നെ പാസേജ് അല്ല ഇനി നമുക്ക് അടുത്ത ചോദ്യ പേപ്പറിൽ വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൂൾ ഓഫ് ടൈം സമയത്ത് നമ്മൾ നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 മാർക്ക് കിട്ടിയേ. ഇനി നമുക്ക് 4ാമത്തെ മാർക്ക് കിട്ടും. നമുക്ക് നോക്കാം. ഗദ്യഭാഗത്തിലെ 4 പ്രസ്താവനകളാണ് ചുവടെ നൽകിയ. അവയുടെ ഗദ്യഭാഗത്തിലെ ക്രമം ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വായിച്ച പാരഗ്രാഫിലുള്ളതാണ്. അത് ഓർഡറിലാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത് നമുക്ക് നോക്കാം. കീടനാശിനികളും രാസവസ്തുക്കളും വളങ്ങളും നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചു. ഇന്നത്തെ അടുക്കളയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നവയാണ് പാചകം ചെയ്യുന്നത്. മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമാണ്. പഴയ അടുക്കളയിൽ വിളമ്പിയിരുന്ന മായം ചേരാത്ത ധാന്യങ്ങളും കായ്കളുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം എന്താണ് നോക്കേണ്ടത് നോക്കാം. മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായ്കറും മറ്റു ഭക്ഷ്യവിഭവങ്ങളുമായിരുന്നു ആദ്യം, അല്ലേ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായ്കറികളും മറ്റു ഭക്ഷ്യവിഭവങ്ങളുമായിരുന്നു. പിന്നെ കീടനാശിനികളും രാസവസ്തുക്കളും കൊണ്ട് മണ്ണിനെ നശിപ്പിച്ചു. അപ്പൊ നമുക്ക് അതൊക്കെ ഓപ്ഷനിലുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യം എന്താണ്, പഴയ അടുക്കളയിൽ എന്താണ് മായം ചേരാത്ത ധാന്യങ്ങളും കായ്കറികളുമായിരുന്നു. ഇതാണ് ഒന്നാമത് വരുന്നത്. അതായത് ഡി ആണ് ഒന്നാമത് വരുന്നത്. രണ്ടാമത് വരുന്നത് എ ആണ്. കീടനാശിനികളും രാസവസ്തുക്കളും നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇതില് ആൻസർ വരുന്നത് ഇവിടെ ഒന്ന് ഡി ആണ്. ഫസ്റ്റ് ഡി ആണ്, രണ്ടാമത് എന്താണ് എ ആണ്. അപ്പൊ ഡി എ വരുന്നത് ഓപ്ഷൻ എ ആണ്. അത് ഇവിടെ കാണുന്നില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഓർഡറിൽ എഴുതുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്തത് കുറിപ്പ് എഴുതാനാണ്. 2A. ഇതിൽ എയും ബിയും ചോദ്യം ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. മുളം കൂമ്പും നെവേജിയും തന്ന രുചിയെ കുറിച്ച് കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാർ കഴിക്കുന്ന ഭക്ഷണ രീതിയെ കുറിച്ചും സുകുമാരൻ ചാലികത്ത തന്റെ ലേഖനത്തെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഭക്ഷണ രീതി അവരുടേതുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കുറിപ്പ് തയ്യാറാക്കുക. ഗോത്രവർഗ്ഗക്കാരുടെ ഭക്ഷണ രീതിയും നമ്മുടെ ഭക്ഷണ രീതിയും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കുറിപ്പാണ് എഴുതേണ്ടത്. കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഭക്ഷണ രീതി പ്രകൃതിയുമായി ഏറെ ബന്ധപ്പെട്ടതാണ്. അവര് പ്രകൃതി കിട്ടുന്ന വിഭവങ്ങൾ മാത്രമാണല്ലേ കഴിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഭക്ഷണ രീതി പ്രകൃതിയുമായി ഏറെ ബന്ധപ്പെട്ടതാണ്. മുളങ്കൂമ്പ്, നെവേജി, ഇലക്കറികൾ, മീൻ, ഞണ്ട്, കാട്ടുചേമ്പ്, കാട്ടുപഴങ്ങൾ തുടങ്ങിയ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. ഭക്ഷണം ശേഖരിക്കുന്നതിലും പാകം ചെയ്യുന്നതിലും കൂട്ടായ്മ കാണാം. അങ്ങനെയാണ് ഗോത്രവർഗ്ഗക്കാർ ഭക്ഷണം പാകം ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ കടകളിൽ നിന്ന് ലഭിക്കുന്ന അരി, പച്ചക്കറികൾ, പലഹാരങ്ങൾ, പാക്കറ്റ് ഭക്ഷണങ്ങൾ തുടങ്ങിയവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. അവര് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മൾ ഷോപ്പിൽ നിന്ന്, കടകളിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് പ്രകൃതിയോട് ചേർന്ന് അവരുടെ ഭക്ഷണ രീതിയിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ഒരു ബി ചോദ്യമാണ്. എന്താണ്? കുപ്പായ വിയർപ്പിലൊട്ടി നെറ്റിയുടെ രണ്ടറ്റങ്ങളും പളുങ്കും മണി പോലെ വിയർപ്പ് തുള്ളികൾ ഉരുണ്ടുകൂടി നിൽക്കുന്ന വിശാൽ സാധ ഏത് സന്ദർഭത്തിലാണ് കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത്? ഒന്ന്, ചട്ടിപ്പത്തിരിക്കുള്ള പാൽ എത്താൻ വൈകിയപ്പോൾ, നെയ്യിലിട്ട് പൊരിച്ച കിസ്മസ് കരിഞ്ഞു പോയെന്ന് കരുതിയപ്പോൾ,
ചെമ്പിലേക്ക് തോലും പണ്ടവും മുട്ട കലക്കിയതും ശ്രദ്ധയോടെ ചേർക്കുമ്പോൾ കുട്ടികൾ ബഹളം വെച്ച് അടുക്കളയിൽ കയറിയിറങ്ങും. അപ്പൊ ഏത് സന്ദർഭത്തിലാണ് കഥയിലേക്ക് ബിച്ചായിസ്താത്ത വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ, ചെമ്പിലേക്ക് തോലും പണ്ടും മുട്ട കലക്കിയതും ശ്രദ്ധയോടെ ചേർക്കുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സി, താഴെ കൊടുത്തവയിൽ സുവാർത്ത എന്ന വാക്ക് ഏറ്റവും ഉചിതമായി പ്രയോഗിച്ചിരിക്കുന്നത് എവിടെ? സുവാർത്ത എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സുഖകരമായ വാർത്ത, നല്ല സന്തോഷമുള്ള വാർത്ത എന്നാണ് സുവാർത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട വളർത്തുനായെ 2 ദിവസമായി കാണാനില്ലെന്ന സുവാർത്ത അവൻ കൂട്ടുകാരോട് പങ്കുവെച്ചു. കലോത്സവത്തിൽ സ്കൂളിന് 1ാം സ്ഥാനം കിട്ടിയ സുവാർത്ത ഞങ്ങൾ ആഘോഷിച്ചു. അപ്പൊ ഇതിൽ ഏതാണ് ശരി? ഇത് തെറ്റും ഇത് ശരിയുമാണ്. അപ്പൊ എ തെറ്റ്, ബി ശരി. അപ്പൊ അത് ഏതാന്ന് നോക്കുക. ഓപ്ഷൻ ബി ആണ് എ തെറ്റ്, ബി ശരി ഉള്ളത്. ഇനി അടുത്തത് ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം വാഗ്മയ ചിത്രം തയ്യാറാക്കാനാണ്. പലഹാരങ്ങളുടെ താജ് പണിത ബിച്ചായിസ് താത്തയെ പരിചയപ്പെടുത്തി കൂട്ടുകാർക്ക് കത്ത് എഴുതിയല്ലോ. ബിച്ചായിസ് താത്തയുടെ ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കുക. അപ്പൊ നമുക്ക് ബിച്ചായിസ് താത്തനെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അങ്ങനെ ഒരു ചിത്രം തയ്യാറാക്കാനാണ്. ബിച്ചായിസ് താത്തയെ കാണുമ്പോൾ തന്നെ അവരുടെ അധ്വാനശീലവും ജീവിതാനുഭവങ്ങളും മനസ്സിലാവും. പ്രായം ചെന്ന ശരീരത്തിൽ അധ്വാനത്തിന്റെ ക്ഷീണമുണ്ടെങ്കിലും ജോലിയിൽ വലിയ ചുറുചുറുക്കാണ്. വിയർപ്പിൽ കുതിർന്ന മുഖവും നെറ്റിലെ വിയർപ്പ് തുള്ളികളും ആ കഠിനാധ്വാനത്തിന്റെ തെളിവാണ്. ലളിതമായ വേഷവും തട്ടവും ധരിച്ച് അടുക്കളയിൽ വേഗത്തിൽ നീങ്ങുന്ന അവർ ക്ഷമയും ആത്മാർത്ഥതയും കരുതലും നിറഞ്ഞവളാണ്. ഇനി നമുക്ക് വിവരണം എഴുതാനാണ്. എത്രയെത്ര ഭക്ഷണ വിഭവങ്ങളാണ് നമ്മുടെ അടുക്കളയിൽ പാകം ചെയ്യാറുള്ളത്? അല്പം പാചകമൊക്കെ നിങ്ങൾക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവം തയ്യാറാക്കുന്നതിന്റെ വിവരണം എഴുതുക. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം തയ്യാറാക്കണം. അപ്പോൾ അതിന്റെ ഒരു വിവരണമാണ് എഴുതേണ്ടത്. കൂട്ടുകാർക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട വിഭവം അതിന്റെ ഒരു വിവരണം തയ്യാറാക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പായസമാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊരു വിവരണമാണ് തയ്യാറാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് പായസം. ആദ്യം അരി നന്നായി കഴുകി വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നു. അരി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത പാനി ചേർക്കുന്നു. ഇത് നന്നായി ഇളക്കി കുറച്ചു നേരം തിളപ്പിക്കുന്നു. പിന്നീട് തേങ്ങാപ്പാൽ ചേർത്ത് ചെറുതീയിൽ വീണ്ടും തിളപ്പിക്കുന്നു. ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് രുചി കൂട്ടുന്നു. അവസാനം നെയ്യിൽ വറുത്തെടുത്ത കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർക്കുന്നു. നന്നായി കുറുകിയ പായസം പാത്രങ്ങളിലേക്ക് പകർന്ന് ചൂടോടെയോ തണുപ്പിച്ചോ വിളമ്പുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പായസം കഴിക്കുമ്പോൾ അതിന്റെ രുചിയും സന്തോഷവും ഇരട്ടിയാകുന്നു. ഓക്കെ, അപ്പൊ പായസത്തിന്റെ റെസിപ്പി എല്ലാവരും എഴുതിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വിഭവങ്ങള്, ഏതെങ്കിലും പലഹാരങ്ങളോ അല്ലെങ്കിൽ കറികളോ ഏതെങ്കിലും നിങ്ങൾ എഴുതുക. ഇനി അടുത്തത് 4A 4B ഈ 2 ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. മഴ പെയ്തുടർന്നിട്ടും വീശി നിൽക്കും കുളിർ തെന്നൽ പോലവൻ മാത്രമായി. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയത്? അങ്ങനെയൊരു കുട്ടി നിങ്ങളെ സമീപിച്ച് സഹായം ആവശ്യപ്പെട്ടാലോ? സന്ദർഭം വിശകലനം ചെയ്തു കുറിപ്പ് തയ്യാറാക്കുക. ആശ്രമത്തിലെത്തിയ കുട്ടിയോട് ഗാന്ധിജി സ്നേഹത്തോടും കരുണയോടും കൂടിയാണ് പെരുമാറിയത്. അപരിചിതനായ കുട്ടി എന്ന നിലയിൽ അവനെ മാറ്റി നിർത്താതെ സ്വന്തം കുട്ടിയെ പോലെ പരിഗണിച്ചു. അവന്റെ വിഷമങ്ങൾ മനസ്സിലാക്കാനും ആശ്വസിപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചു. കുട്ടിയുടെ മനസ്സിൽ പ്രതീക്ഷയും സുരക്ഷിതത്വവും വളർത്തുന്ന തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കണമെന്ന മാനുഷികതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇങ്ങനെയൊരു കുട്ടി എന്നെ സംഭവിച്ചാൽ അവന്റെ പ്രശ്നം ശ്രദ്ധയോടെ കേൾക്കുകയും സാധിക്കുന്ന സഹായം നൽകുകയും ആവശ്യമായ മുതിർന്നവരുടെ സഹായം തേടുകയും ചെയ്യും. ഇനി അടുത്തത് ഒരു പ്രതികരണ കുറിപ്പാണ്. വയലുകൾ നികന്നെങ്ങും നഗരത്തിൽ ഈ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടയിൽ ഉയർന്നു വാനിൽ കോയക്കട്ട. വയലുകൾ നികത്തി പകരം മണിമേടകൾ ഉയരുന്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ടില്ലേ? നിങ്ങളുടെ പ്രതികരണം ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ വയലുകൾ നികത്തി വലിയ ബിൽഡിംഗ് എടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങളുടെ ഇതിനെക്കുറിച്ച് പ്രതികരണം തയ്യാറാക്കാനാണ്. വയലുകൾ നികത്തി അവിടെ വലിയ കെട്ടിടങ്ങൾ ഉയരുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കൃഷിയിടങ്ങൾ ഇല്ലാതാക്കുമ്പോൾ ഭക്ഷ്യോൽപാദനം കുറയുകയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം സംഭവിക്കുകയും ചെയ്യും. നഗരവികസനം ആവശ്യമാണ്, എന്നാൽ അതിനുവേണ്ടി കൃഷിയിടങ്ങളും ജലസ്രോതസ്സുകളും നശിപ്പിക്കുന്നത് ശരിയല്ല. നമ്മുടെ ഭക്ഷണത്തിനും പരിസ്ഥിതിക്കും വയലുകൾ അനിവാര്യമാണ്. അതിനാൽ വികസനവും പ്രകൃതി സംരക്ഷണവും ഒരുപോലെ പരിഗണിക്കണം. കൃഷിയിടങ്ങൾ സംരക്ഷിക്കുകയും സാധ്യമാകുന്നിടത്ത് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇനി അടുത്തത് ഒരു ആസ്വാദന കുറിപ്പാണ്. ആസ്വാദനക്കുറിപ്പ്. നക്ഷത്ര തിളക്കം. മാമ ഉണ്ടു മതിയായപ്പോൾ ദിയമോൾ കൈ ഒരൊറ്റ കുടച്ച്. കയ്യിലും പാത്രത്തിലും ഉണ്ടായിരുന്ന വറ്റെല്ലാം ചിന്നി തെറിച്ചു.
അമ്മയ്ക്ക് അത് കണ്ട് ദേഷ്യം വന്നു. എന്താ അമ്മയുടെ ദിയക്കുട്ടി ഈ കാട്ടിയത്? മാമു ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുക, ഇവിടെയൊക്കെ വൃത്തികേടായില്ലേ? ദിയമോൾ പരാതി ശ്രദ്ധിച്ചതേയില്ല. കറുത്ത സിമന്റ് ഇട്ട നിലത്ത് ചിന്നിച്ചിതറി കിടക്കുന്ന ചോറിന്റെ വറ്റുകളാണ് അവൾ നോക്കി നിന്നത്. അമ്മേ, നല്ല ഭംഗിയുണ്ടല്ലേ, കറുത്ത ആകാശത്തിന്റെ നക്ഷത്രം പോലെ. അവൾ വിടർന്ന് ചിരിച്ചു, കണ്ണുകളിൽ നക്ഷത്ര തിളക്കോടെ. എം ഗീതാഞ്ജലി. കഥ വായിച്ചു നോക്കിയല്ലോ, ആസ്വാദനം തയ്യാറാക്കുക. അപ്പോൾ നക്ഷത്ര തിളക്കം എന്ന ഒരു കഥയാണ്. ഇവിടെ ഭക്ഷണം കഴിച്ചു മതിയായപ്പോൾ ദിയ എന്ത് ചെയ്തു? പിന്നെ പാത്രത്തിലുള്ള ചോറ് അങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ചു. അപ്പം പാത്രത്തിലുള്ള ചോറെല്ലാം താഴെ വീണു. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അപ്പൊ അമ്മ എന്താണ് ചോദിച്ചത്? ദിയമോളെ, ഇതെന്താ ചെയ്തത്? ഇങ്ങനെ ഭക്ഷണം തട്ടിത്തെറിപ്പിക്കാൻ പാടില്ല, ഇതിവിടെ വൃത്തിയായി കേടായില്ലേ എന്ന് പറയാണ്. അപ്പോൾ അവൾ എന്താണ്, അതൊന്നും അല്ല, ഭക്ഷണം ചിന്നിച്ചിതറിയതാണ് അവൾ ശ്രദ്ധിച്ചത്. അപ്പൊ കറുത്ത സിമന്റ് ഇട്ട നിലമാണ്. അവിടെ നല്ല വെള്ള, ചോറിന്റെ വച്ച് വെള്ള നിറമാണല്ലോ. അപ്പൊ അതിനെന്താ പറയുന്നത്? അമ്മയെ, നല്ല ഭംഗിയുണ്ടല്ലേ ആകാശത്തിലെ, കറുത്ത ആകാശത്തിൽ, അതായത് കറുത്ത സിമന്റ് ഇട്ട നിലത്തിലെ നക്ഷത്രം പോലെ എന്നാണ് അവള് പറയുന്നത്. അപ്പോൾ നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാം. നക്ഷത്ര തിളക്കം എന്ന കഥ കുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സും പ്രകൃതിയോടുള്ള അവളുടെ വിസ്മയവും മനോഹരമായി അവതരിപ്പിക്കുന്നു. ദിയമോൾ ഭക്ഷണം തെറിപ്പിച്ചതിൽ അമ്മയ്ക്ക് ദേഷ്യം വരുന്നു. എന്നാൽ ദിയയുടെ ശ്രദ്ധ ചോറിന്റെ വറ്റുകളിൽ പതിഞ്ഞ അവയെ ആകാശത്തിലെ നക്ഷത്രങ്ങളായി കാണുന്നതിലാണ്. സാധാരണമായ ഒരു കാഴ്ചയെ കുട്ടിയുടെ ഭാവന എത്ര മനോഹരമാക്കി മാറ്റുന്നു എന്നതാണ് കഥയുടെ പ്രത്യേകത. കറുത്ത സിമന്റ് ഇട്ട നിലത്ത് ചിന്നിച്ചിതറി കിടക്കുന്ന ചോറിന്റെ വറ്റുകൾ എന്ന കാഴ്ചയും ആകാശത്തിലെ നക്ഷത്രം പോലെ എന്ന ദിയയുടെ കാഴ്ചയും ഹൃദ്യമാണ്. കുട്ടി മനസ്സിന്റെ നിഷ്കളങ്കതയും ഭാവനാ സമ്പത്തും കഥയെ മനോഹരമാക്കുന്നു. ഇനി നമുക്കൊരു കഥാരചനയാണ്. ഇനി ഇത് ആവർത്തിക്കരുത്. മാഷ് ദേഷ്യത്തോടെ നന്ദുവിനെ നോക്കി. എന്നും താമസിച്ചേ നീ വരൂ. അവനൊന്നും മിണ്ടിയില്ല, മുഖം കുനിച്ചു നിന്നു. കവിളിൽ ഉരുണ്ട് മിഴിത്തുള്ളികൾ അവന്റെ പാദത്തിൽ വീണുടനെ. എന്താണ് എന്നും നന്ദു വൈകാൻ കാരണം? നന്ദുവിന്റെ കഥ തയ്യാറാക്കുക. അപ്പൊ മാഷ് ദേഷ്യത്തോടെ പറയണേ, എന്നും വൈകി വരും നന്ദു. അപ്പൊ മാഷ് ദേഷ്യത്തോടെ പറയണേ, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന്. എന്നും നീ താമസിച്ചേ വരൂ അല്ലേ, എത്ര പറഞ്ഞാലും നിനക്ക് അനുസരണ ഇല്ലേ എന്ന രീതിയിൽ അവനെ ശാസിക്കുകയാണ്. പക്ഷെ അവൻ അതിനൊന്നും മറുത്തൊന്നും പറഞ്ഞില്ല. അവൻ മുഖം കുനിച്ചു നിന്നു. എന്തായിരിക്കും നന്ദുവിന്റെ ജീവിതത്തിലെ കഥ എന്ന് നമുക്ക് നോക്കാം. സ്നേഹത്തോടെ വിളിച്ച് കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് സത്യം മനസ്സിലായത്. നന്ദുവിന്റെ അമ്മയ്ക്ക് അസുഖമായിരുന്നു. വീട്ടിലെ ചെറിയ ജോലികളെല്ലാം തീർത്ത ശേഷമാണ് അവന് സ്കൂളിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നത്. ഇളയ സഹോദരിയെ നോക്കേണ്ട ചുമതലയും നന്ദുവിനുണ്ടായിരുന്നു. വീട്ടിലെ ചെറിയ ജോലികളെല്ലാം തീർത്ത ശേഷമാണ് അവന് സ്കൂളിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നത്. കാര്യം മനസ്സിലായപ്പോൾ മാഷിന് വളരെ വിഷമമായി. നന്ദുവിനെ ശകാരിച്ചതിൽ അദ്ദേഹം ക്ഷമ ചോദിച്ചു. പിന്നീട് അധ്യാപകരും കൂട്ടുകാരും നന്ദുവിനെ സഹായിച്ചു. നന്ദുവിന്റെ പഠനം മുടങ്ങാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിച്ചു. അതിനുശേഷം നന്ദു സമയത്ത് സ്കൂളിലെത്താൻ തുടങ്ങി. മാഷിന്റെ കരുതലും കൂട്ടുകാരുടെ സഹായവും അവന്റെ ജീവിതത്തിലെ വലിയ മാറ്റം ഉണ്ടാക്കി. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉടനടി അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ 6ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.